ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും നിങ്ങൾ ഫസ്റ്റ് ചാനലിൽ ഞാൻ എന്തോ മലമറിച്ചു എന്ന്. അങ്ങനെയൊന്നുമില്ല ഗൈസ്. ചിലപ്പോൾ അത് പോയാലോ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇതൊന്നും എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ എനിക്ക് സ്റ്റിച്ചിങ്ങിന് താല്പര്യമുണ്ട്. അത് കുറച്ചുകൂടി നന്നായി പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിലൂടെ വീഡിയോ ആക്കി ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ വേറെ ചാനലിൽ കോമഡിയും വ്ളോഗ്സ് ഒക്കെയാണ്. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആവേണ്ടതുകൊണ്ട് ഞാൻ വേറൊരു ചാനൽ തുടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിന് ആദ്യം ഔട്ട്ലൈൻ കൊടുക്കാം. ഞാൻ ആദ്യമായിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല, നോക്കാം. അതാണ് സിമ്പിൾ ചിത്രം വരച്ച്. അപ്പം നല്ലോണം ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ വരയ്ക്കാവുന്നതേ ഉള്ളൂ. അല്ലാത്ത എന്നെപ്പോലുള്ളവരാണെന്ന് വെച്ചാൽ പേപ്പറിൽ ട്രേസ് ചെയ്ത് വരയ്ക്കാം, അതൊരു ഓപ്ഷനാണ്. ട്രേസിങ് പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു സിമ്പിൾ ഇമേജ് എടുത്തതേ ഉള്ളൂ. ഔട്ട്ലൈൻ വരയ്ക്കാനൊക്കെ ഇത് ഇത്രയും ചെറിയ ഇതിനേക്കാൾ ചെറുതിനെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എനിക്ക് അപേക്ഷിച്ച് കേട്ടോ. എൻ്റെ അടുത്ത് ഇതേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് ട്രൈ ചെയ്യുന്ന മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ, എൻ്റെ വേറെ ചാനലിൽ ഞാൻ ഫണ്ണി ഷോർട്സും പിന്നെ വ്ളോഗ്സ് പോലത്തെയൊക്കെയാണ് ചെയ്യുന്നത്. അത് വലിയ മെച്ചമുള്ള ചാനലൊന്നുമല്ല, എന്നാലും എൻ്റെ ഒരു ഇഷ്ടത്തിൽ ഞാനങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ തുണിൻ്റെ ആണെങ്കിലും എംബ്രോയിഡിങ് ആണെങ്കിലും അതിൽ ചെയ്യുമ്പോൾ എല്ലാം കൂടി മിക്സ് ആയിട്ട് എന്തോ ശരിയാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ നന്നായി പഠിച്ചിട്ടൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് തിരുത്താൻ ശ്രമിക്കാം. ചിത്രം വരച്ചതിൻ്റെ മേലെക്കൊണ്ട് ലൈറ്റായിട്ടൊരു ഷെയ്ഡ് കൊടുക്കുക. പിന്നെ അത് ഡാർക്ക് ആക്കണമെങ്കിൽ വീണ്ടും അതിന് മേലെക്കൊണ്ട് തന്നെ വെച്ചാൽ മതി. ഡാർക്ക് ആക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ സ്റ്റാൻഡില്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ആക്കുന്നത്. അതൊരു വേറെ ഉണ്ടാവും കാര്യമില്ല. ചിത്രത്തിന് ഔട്ട്ലൈൻ കൊടുത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിനകത്ത് കൊടുക്കാം. പൂവിൻ്റെ കളർ ഇലക്കൽ തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കളർ എങ്ങനെ ഫില്ല് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്.